ഹലോ യൂസ് മേരാ പ്രിയ ദർശകോ എൻ്റെ പ്രിയ കാഴ്ചക്കാരെ നൻപർകളെ മേരെ സാത്തിയോ നൗ ഐ am in a store. It's a store in front of my house. This owner is in behind me, you see. Then he has expanded his store. Formerly it's only a fish store, so now it's a provisional store. Lot of things are available here, not only for students, for all people. You see it? Yeah. Okay, then I'm going to my classes. I told you before so many times, there are the sentences. What are sentence? The definition of the sentence is a group of words that make complete sense. You know, there are 4 kinds of sentences used in English. They are, first one is a statement. You know, first one is a statement sentence. It's mime, you know, assertive sentence. Assertive sentences are statements. For example, he is a player, he is a famous singer, she is a dancer, she is dancing well, like that. But you know, അപ്പോൾ ഞാൻ മലയാളത്തിൽ പറയാൻ വേണ്ടി വന്ന അപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ സെൻറ്റൻസ് അല്ലെ അസർട്ടീവ് പറഞ്ഞാൽ പ്രസ്താവനകളായി വരുന്ന വാചകം, പ്രസ്താവനകൾ സാധാരണ. അപ്പോൾ അവൻ നല്ലൊരു കളിക്കാരനാണ്, അവൾ നല്ലൊരു ഡാൻസറാണ്, അല്ലെ അയാൾ നല്ലൊരു പാട്ടുകാരനാണ്, അവൻ നന്നായി കളിക്കും, അവൻ നന്നായി പഠിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാണ് നമ്മൾ അസർട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അസർട്ടീവിനെ 2 തരം സെൻറ്റൻസ് ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹീസ് എ ഡാൻസർ, ഹീസ് നോട്ട് എ ഡാൻസർ എന്ന് പറയാം, അപ്പോൾ നെഗറ്റീവായി മാറി. ഇല്ല എന്ന് പറയുന്ന കാര്യമാണ്. പോസിറ്റീവ് ആകുമ്പോൾ ഹീസ് എ ഡാൻസർ. അപ്പോൾ 2 types അല്ലേ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് ഇംപാരറ്റീവ് സെൻറ്റൻസ്. സെക്കൻഡ് വൺ ഇംപാരറ്റീവ്. അതായത് നമുക്കറിയാം ഇംപാരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 3 തരം പറയാം. ഫസ്റ്റ് വൺ ഈസ് റിക്വസ്റ്റ് or command or prayer, like that. So many. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയാം റിക്വസ്റ്റ് പറഞ്ഞാൽ പ്ലീസ് കം വിത്ത് മീ, അല്ല എൻ്റെ കൂടെ വരൂ, അതൊരു പറയാം നമുക്ക് റിക്വസ്റ്റായി പറയാം അല്ലേ. കമാൻഡ് പറഞ്ഞാൽ ഗോ ദർ, ഷട്ട് ദി ഡോർ, ലൈക്ക് ദാറ്റ് അല്ലേ, വാതിൽ അടയ്ക്കൂ, 2 തരത്തിലും വരാം. അതുപോലെ ഞാൻ പറഞ്ഞാൽ വിഷസ് പറഞ്ഞാൽ പ്രയേഴ്സ് അല്ലേ, ദി ഗോഡ് ഈസ് വിത്ത് അസ് അല്ലേ എന്ന് പറയാം. ലീഡ് കൈൻഡ് മീ ലൈറ്റ്, ഒക്കെ ബൈബിളിലുള്ള വാചകങ്ങളാണ്. അതുപോലെ എല്ലാറ്റിലും ഉണ്ട് ഇതുപോലെ എന്നെ രക്ഷിക്കൂ ദൈവം നമ്മുടെ. അതുപോലെ വിശ്വസം പറയാം അതുപോലെ നമുക്ക് അല്ലേ, നമുക്ക് പറയാം ഗോഡ് മേ ബി വിത്ത് യു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനാണ് നമ്മളെ ഇംപാരറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ഇനി തേർഡ് വൺ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആർ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളായി വരുന്ന വാചകം. ചോദ്യങ്ങളായി വരുന്ന വാചകം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ചോദിക്കാം ഹൗ ആർ യു, വേർ ആർ യു കമ്മിങ് ഫ്രം, ലൈക്ക് ദാറ്റ് അല്ലേ. നിനക്ക് സുഖമല്ലേ, നീ എവിടുന്നാണ് വരുന്നത്, നീ ഏത് രാജ്യക്കാരനാണ്, ഇതാണ് ഏതാ പറഞ്ഞത് ഇൻറ്ററോഗേറ്റീവ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇപ്പോൾ എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് സഡൻ ഫീലിങ്സ് വി യൂസ് ദിസ് കൈൻഡ് ഓഫ് സെൻറ്റൻസസ്. പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ അതിനെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ വാചകങ്ങളെയാണ് എന്ത് പറയുന്നത് എക്സ്ക്ലമേറ്ററി. ഓ വാട്ട് എ ഷോട്ട് ദാറ്റ് ഐസ് പറയില്ലേ, നമ്മൾ കളിയെ കാണുമ്പോൾ ഓ എന്തൊരു ഷോട്ടാണ് പറയും അല്ലേ. ഹൗ ക്രൂവൽ ഷീസ്, എന്തൊരു ക്രൂരയായ ആളാണവൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല. ദെൻ വിൽ മീറ്റ് യു ആഫ്റ്റർ നെക്സ്റ്റ് വി ഷുഡ് മീറ്റ് ഇൻ മൈ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ദെൻ ക്യാരി ഓൺ, ബൈ.